ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2 കൊറിന്തോസ് 10 അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം, 2 കൊറിന്തോസ് 10 അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? ഉത്തരം, പൗലോസിൻ്റെ ന്യായവാദം. ചോദ്യം 2, അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെടിയുമെന്ന് നിങ്ങൾ കരുതുന്നത് ആരെ? ഉത്തരം, പൗലോസിനെ. ചോദ്യം 3, പൗലോസായ ഞാൻ എന്തിൻ്റെ പേരിലാണ് അഭ്യർത്ഥന നടത്തുന്നത്? ഉത്തരം, ക്രിസ്തുവിൻ്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ. ചോദ്യം 4, ഞങ്ങളെ എന്തായി കരുതുന്ന ചിലരുണ്ട് എന്നാണ് പറയുന്നത്? ഉത്തരം, ജഡികന്മാരായി. ചോദ്യം 5, ഞങ്ങളെ ജഡികന്മാരായി കാണുന്ന ചിലരെ എങ്ങനെ നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, ധീരമായി നേരിടാമെന്ന. ചോദ്യം 6, എന്നാൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എന്ത് പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുത് എന്നാണ് അഭ്യർത്ഥിക്കുന്നത്? ഉത്തരം, എൻ്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുതേ എന്ന്. ചോദ്യം 7, ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ഞങ്ങൾ നടത്തുന്നത് എന്തല്ല എന്നാണ് പറയുന്നത്? ഉത്തരം, ജഡിക പോരാട്ടമല്ല എന്ന്. ചോദ്യം 8, ഞങ്ങളുടെ സമരായുധങ്ങൾ എന്തല്ല എന്നാണ് പറയുന്നത്? ഉത്തരം, ജഡികമല്ല എന്ന്. ചോദ്യം 9, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ ശക്തമായിട്ടുള്ളത് എന്ത്? ഉത്തരം, സമരായുധങ്ങൾ. ചോദ്യം 10, തകർക്കുമെന്ന് പൗലോസ്ലീഹ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം, ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും. ചോദ്യം 11, ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും എന്ത് ചെയ്യുന്നു? ഉത്തരം, കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. ചോദ്യം 12, നിങ്ങൾ പൂർണ്ണമായി ഡാഷ് ആയതിനു ശേഷം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുകയാണ്. ഉത്തരം, അനുസരിക്കുന്നവരായതിനു ശേഷം. ചോദ്യം 13, നിങ്ങൾ എന്ത് കാണുക എന്നാണ് പറയുന്നത്? ഉത്തരം, കൺമുൻപിലുള്ളത്. ചോദ്യം 14, ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ എന്ത് ചെയ്യട്ടെ എന്നാണ് പറയുന്നത്? ഉത്തരം, ഞങ്ങളും അവനെ പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. ചോദ്യം 15, അതിലെനിക്ക് ലജ്ജിക്കാനില്ല. ഏതിൽ? ഉത്തരം, ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ എനിക്ക് ലജ്ജിക്കാനില്ല. ചോദ്യം 16, കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്തിനാണ് എന്നാണ് പറയുന്നത്? ഉത്തരം, നിങ്ങളെ പടുത്തുയർത്താനാണ്. ചോദ്യം 17, കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്തിനല്ല എന്നാണ് പറയുന്നത്? നശിപ്പിക്കാനല്ല. ചോദ്യം 18, എന്നെ നിങ്ങൾ എങ്ങനെ കണക്കാക്കരുത് എന്നാണ് പറയുന്നത്? ഉത്തരം, ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി. ചോദ്യം 19, ശ്ലീഹയുടെ ശാരീരിക സാന്നിധ്യം എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത്? ഉത്തരം, അശക്തമാണ്. ചോദ്യം 20, ശ്ലീഹയുടെ ഭാഷണം എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത്? ഉത്തരം, മനസ്സിലേശാത്തതുമാണ്. ചോദ്യം 21, ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി കണക്കാക്കരുത് എന്ന് ശ്ലീഹ പറയാൻ കാരണമെന്ത്? ഉത്തരം, ചിലർ പറയുന്നു അവൻ്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ്, എന്നാൽ അവൻ്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലേശാത്തതുമാണ് എന്ന്. ചോദ്യം 22, ശ്ലീഹയുടെ ലേഖനങ്ങൾ എങ്ങനെയുള്ളതാണെന്നാണ് ചിലർ പറയുന്നത്? ഉത്തരം, ഈടുറ്റതും ശക്തവുമാണ്. ചോദ്യം 23, ഇക്കൂട്ടർ ധരിക്കട്ടെ എന്ന് പറയുന്നത് എന്ത്? ഉത്തരം, അകലെയായിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത് തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഇക്കൂട്ടർ ധരിക്കട്ടെ. ചോദ്യം 24, ആരുടെ ഗണത്തിൽപ്പെടാൻ ഞങ്ങൾ തുനിയുന്നില്ല എന്നാണ് പറയുന്നത്? ഉത്തരം, ആത്മപ്രശംസ നടത്തുന്നവരുടെ. ചോദ്യം 25, ഞങ്ങൾ തുനിയുന്നില്ല എന്ന് പറയുന്നത് എന്തിന്? ഉത്തരം,
ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽ പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. ചോദ്യം 26. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനോ സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. ആര്? ഉത്തരം: ആത്മപ്രശംസ നടത്തുന്നവർ. ചോദ്യം 27. ഞങ്ങൾ അതിര് കടന്ന് എന്ത് ചെയ്യുന്നില്ല എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ആത്മപ്രശംസ. ചോദ്യം 28. ഞങ്ങൾ അതിര് കടന്ന് ആത്മപ്രശംസ ചെയ്യുന്നില്ല. ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള എന്ത് ഞങ്ങൾ പാലിക്കും എന്നാണ് പറയുന്നത്? ഉത്തരം: ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള പരിധി ഞങ്ങൾ പാലിക്കും. ചോദ്യം 29. ആ പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്നു. ഏത് പരിധിയിൽ? ഉത്തരം: ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള പരിധിയിൽ. ചോദ്യം 30. നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ എന്തിന് ഉദ്യമിക്കുകയില്ല എന്നാണ് പറയുന്നത്? ഉത്തരം: കയ്യെത്തിച്ച് പിടിക്കാൻ ഉദ്യമിക്കുകയില്ല. ചോദ്യം 31. നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കയ്യെത്തിച്ച് പിടിക്കാൻ ഉദ്യമിക്കുകയല്ല, എന്തുമായി നിങ്ങളുടെ അടുത്ത് വന്നവരാണല്ലോ ഞങ്ങൾ. ഉത്തരം: ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി. ചോദ്യം 32. നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവോപരി വികസിക്കുമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച്. ചോദ്യം 33. അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കി എന്ത് ചെയ്യുന്നവരല്ല ഞങ്ങൾ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: അതിര് കവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല. ചോദ്യം 34. അഭിമാനിക്കുന്നവൻ ആരിൽ അഭിമാനിക്കട്ടെ എന്നാണ് പറയുന്നത്? കർത്താവിൽ. ചോദ്യം 35. അന്യൻ്റെ വയലിൽ ചെയ്ത ജോലികളെപ്പറ്റി പ്രശംസിക്കാതെ എവിടെ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ. ചോദ്യം 36. ആരാണ് സ്വീകാര്യൻ? ഉത്തരം: തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. ചോദ്യം 37. 2 കൊരിന്തോസ് 10-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം: 18 വാക്യങ്ങൾ.